നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രമേഹ രോഗികൾ ഗുളികകൾ കൃത്യമായി കഴിക്കേണ്ടത് എങ്ങനെയെന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ഡയബറ്റീസിനുള്ള ഗുളികകളെക്കുറിച്ചും അവയുടെ ഉപയോഗക്രമത്തെക്കുറിച്ചും ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സരോജിനി അമ്മയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ. പ്രമേഹ രോഗികൾ ഗുളികകൾ എങ്ങനെ കഴിക്കും എന്നതിനെ പറ്റിയാണ്. അതിനുള്ള ഒരു ബ്രീഫായിട്ട് ടൈപ്പ് 2 ഡയബറ്റീസ് കണ്ടീഷനിലാണ്. ഷുഗർ എന്ന് പറയുന്നത് 2 തരമാണ് മെയിനായിട്ട്. വേറെയും പല തരങ്ങളുണ്ട്, ടൈപ്പ് 1 ടൈപ്പ് 2. ഇതിനകത്ത് ഈ ഗുളികകൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് ടൈപ്പ് 2 ഡയബറ്റീസിലാണ്. അത് ഈ തരം പ്രമേഹവുമായിട്ട് അനുബന്ധിച്ച് പ്രഷർ, കൊളസ്ട്രോള്, അമിതവണ്ണം, അങ്ങനെയുള്ളതായ എക്സർസൈസ് ഇല്ലായ്മ, ഇതിനെല്ലാം അനുബന്ധിച്ചാണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ഡയബറ്റീസ് കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ ഗുളിക കൊടുക്കുന്നത്. അപ്പൊ നമ്മളിത് ഈ ഡയബറ്റീസ് ഉണ്ടോ എന്ന് അറിയുന്നതിന് നമ്മൾ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് അത് 120 കൂടുതലാണ്, കഴിച്ചു കഴിഞ്ഞിട്ട് 200 കൂടുതൽ, ഇങ്ങനെയുള്ള ഇത് വന്നു കഴിയുമ്പോഴാണ് നമ്മളൊരു ഡയബറ്റീസിന്റെ ആരംഭം എന്ന് കാണുന്നത്. അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഈ ആവറേജ് ഷുഗർ നോക്കും. HbA1c വെച്ചാൽ ഈ ഹീമോഗ്ലോബിൻ, രക്തത്തിനകത്തുള്ള ഹീമോഗ്ലോബിനുമായിട്ട് അനുബന്ധിച്ച് ഉള്ള ഷുഗർ ലെവൽ HbA1c. അപ്പൊ അത് നമ്മൾ നോക്കും. അതും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഗുളികകൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വെറുതെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ചിലപ്പോൾ ആളിന് വെറുതെ ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ കണ്ടുപിടിക്കുകയായിരിക്കും, ക്ഷീണമൊക്കെ ഉള്ളായിരിക്കും. ചിലർക്ക് മാത്രമേ ഉള്ളൂ ഈ അസുഖങ്ങൾ, ഇതിന്റെ ലക്ഷണങ്ങളുമായിട്ട് വരുന്നത്. അപ്പം അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ ഈ ഗുളികകൾ കൊടുക്കുന്നത്. മെയിനായിട്ട് പലതരത്തിൽ പ്രവർത്തിക്കുന്ന ഗുളികകളാണ് ഡയബറ്റീസിന് കൊടുക്കുന്നത്. അത് വിശദമായിട്ട് പറഞ്ഞു തന്നാൽ, ഒന്നാമത്തേത് ഫസ്റ്റ് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ബൈഗ്വാനിഡ്സ് എന്ന് പറയുന്ന ഗുളിക കൊടുക്കും. അത് മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഗുളികയാണ്. ആ ഗുളിക പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തില് മസില്, ടിഷ്യൂ, അവിടെയെല്ലാം പ്രവർത്തിച്ച് ഗ്ലൂക്കോസ്, ഇൻസുലിന്റെ പ്രവർത്തനം ഒന്നുകൂടെ ഒന്ന് ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് ഈ ബൈഗ്വാനിഡ്സ് അല്ലെങ്കിൽ മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഗുളികയുടെ പ്രധാന പ്രവർത്തനം. അപ്പം ഈ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ ഗുളികയാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ സാധാരണ തുടങ്ങുന്നത് ഷുഗർ ഡയബറ്റീസ് ഉണ്ടെന്ന് അറിയുമ്പോൾ. അത് നമ്മൾ ഈ ലിവറിൽ നിന്നുള്ള ഗ്ലൂക്കോസിന്റെ ഉത്പാദനം, ഗ്ലൂക്കോസ് വരുന്നത് കുറയ്ക്കും. അതുപോലെ ഇൻസുലിന്റെ പ്രവർത്തനം നമ്മളുടെ മസിലില്, മറ്റേ ടിഷ്യൂസിലെല്ലാം കൂട്ടും. ഇപ്പൊ ഇങ്ങനെയതായ പലതരം ഗുണങ്ങൾ ഈ ഗുളികയ്ക്ക്, മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ ഗുളികയ്ക്കുണ്ട്. അത് വെയിറ്റ് കുറയ്ക്കും. അതാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറൊരു ഗുളികയാണ് സൾഫണൈൽ യൂറിയ എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ പലതരം ഗുളികകളുണ്ട്. കൂടുതൽ സമയം ആക്ട് ചെയ്യുന്ന ഗുളികകൾ അത് ഗ്ലൈമിപ്രൈഡ്, ഗ്ലൈബൻക്ലമൈഡ്, ഗ്ലൈബ്യൂറൈഡ്, അല്ലെങ്കിൽ ഗ്ലൈക്ലാസൈഡ്, ഗ്ലൈപ്പിസൈഡ്, ഇങ്ങനെ പലതരം ഗുളികകളുണ്ട്. അപ്പൊ ഈ ഗുളികകളും നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ കൂട്ടത്തിൽ മെറ്റ്ഫോമിൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല, ഷുഗർ കൺട്രോൾ ആകുന്നില്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ സൾഫണൈൽ യൂറിയ കൊടുക്കുന്നത്. പിന്നെ ഇപ്പൊ പുതിയതായ വേറെ മരുന്നുകൾ, ഇതൊക്കെ പഴയ മരുന്നുകളാണ്. പുതിയതായിട്ടുള്ള മരുന്നുകൾ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഹോർമോൺ ഇൻഗ്രീഡിയൻ എന്ന് പറയും. ആ ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞ ഹോർമോൺ അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അനുസരിച്ച് ഈ ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. അപ്പൊ ഈ ഹോർമോണിന്റെ ആയിട്ട് അനുബന്ധിച്ചുള്ള ഗുളികകളാണ് DLP1, GIP, ഇങ്ങനെയുള്ള ഹോർമോൺ ഉണ്ട്. ഈ ഹോർമോണിന്റെ പ്രവർത്തനവുമായിട്ട് അനുബന്ധിച്ചുള്ള മരുന്നുകളാണ് DPP-4 ഇൻഹിബിറ്റേഴ്സ്, GLP-1 ആഗണിസ്റ്റ്, ഇങ്ങനെ പറയുന്നത്. അപ്പം അതുകൂടാതെ തൈസോളിഡിൻ ഡയോൺസ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വരുന്ന ഒരു ഗുളികയുണ്ട്, ഒരു ടൈപ്പ് ഗുളികയുണ്ട്. ഈ ഗുളികയും ഇൻസുലിന്റെ സെക്രീഷൻ, പാൻക്രിയാസിൽ നിന്നാണല്ലോ ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നത്, ബീറ്റാ സെൽസിൽ നിന്ന്. അപ്പൊ ഇതിന്റെ ആ ഇൻസുലിന്റെ സെക്രീഷൻ പാൻക്രിയാസിന്റെ ബീറ്റാ സെൽസിൽ നിന്ന് കൂട്ടുക എന്നുള്ളതാണ് ഇതിന്റെ പ്രവർത്തനം. ദെൻ ആൽഫ ഗ്ലൂക്കോസിഡോസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗുളികയുണ്ട്. അപ്പം ഈ ഇൻഡസ്റ്റൈനിൽ നിന്ന് വരുന്ന ഇത് ഗ്ലൂക്കോസിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുക, അത് ഗ്ലൂക്കോസ് ഡിവൈഡ് ചെയ്യുന്ന, സ്പ്ലിറ്റ് ചെയ്യണ പോളിസാക്രൈഡ് എന്ന് പറയും, അത് സ്പ്ലിറ്റ് ചെയ്ത് ഡൈസാക്രൈഡ് ആക്കുന്നത് കുറച്ചിട്ട് ഇൻഡസ്റ്റൈനിൽ നിന്ന് ഗ്ലൂക്കോസിന്റെ അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കുക, അതാണ് അതിന്റെ ആക്ഷൻ. പിന്നെ വേറെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഗുളികയാണ് SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ആ ഗുളികയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്ലോമറുലസ്, കിഡ്നിയുടെ ഗ്ലോമറുലസിൽ നിന്ന് ഗ്ലൂക്കോസ് സെക്രീറ്റ് ചെയ്ത് ട്യൂബ്യൂൾസിലോട്ട് പോകും.
നിങ്ങൾക്കറിയാം പ്രോക്സിമൽ ട്യൂബുൾ ഡിസ്റ്റൽ ട്യൂബുൾ ഇങ്ങനെ ഉണ്ട്. പ്രോക്സിമൽ ട്യൂബുകളിൽ നിന്ന് അത് അബ്സോർബ് ചെയ്യുകയാണ് നോർമലായ ഒരാളിന് സംഭവിക്കുന്നത്. പക്ഷെ ഈ ഗുളികയുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അബ്സോർബ് ചെയ്യുന്നത് സോഡിയവും ഗ്ലൂക്കോസും ഈ പ്രോക്സിമൽ ട്യൂബുകളിൽ നിന്ന് ശരീരത്തിലേക്ക് കയറുന്നതിന് പകരം മൂത്രത്തിൽ കൂടെ അത് ഗ്ലൂക്കോസും സോഡിയവും എക്സ്ക്രീറ്റ് ചെയ്ത് പോവുകയാണ്. അങ്ങോട്ട് അബ്സോർബ് ചെയ്യാതെ കിഡ്നിയുടെ ഈ പ്രോക്സിമൽ ട്യൂബിലൂടെ യൂറിനകത്തൂടെ പോവുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കും. അതാണ് വേറൊരു തരം ഗുളിക. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ പ്രവർത്തിക്കുന്നതായ ഗുളികകൾ ആണ് നമ്മളെ പിന്നെ ഷുഗർ ഉള്ള ആൾക്കാർക്ക്, മെയിൻ ആയിട്ടും ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത്. ശരി ഡോക്ടർ, ഞാൻ ഇടപെടുകയാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, എറണാകുളത്ത് നിന്നും ഫരീദ്. ഫരീദ് ഡോക്ടറോട് സംസാരിച്ചോളൂ. ഡോക്ടർ സംസാരിച്ചോളൂ, പറഞ്ഞോളൂ. നിലവില് നമുക്ക് ഷുഗർ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 വർഷമായി. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, മെഡിസിൻ കഴിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിച്ചിട്ട് കാലില് നീരൊക്കെ വരുന്നുണ്ട്. ഗുളിക 2-3 സൈസ് കഴിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഗുളികയാണ്, പെരുമ്പാവൂര്. പേരൊക്കെ അറിയാവോ? ഞാനിപ്പോ പറഞ്ഞല്ലോ കുറെ ഗുളികകളുടെ ടൈപ്പ്. ഇതിനകത്ത് ഏത് ഗുളികയാണ് കഴിക്കുന്നതെന്ന് അറിയാവോ? ഗുളികയുടെ പേര് ഞാൻ മോക്കടായി കൊടുക്കാം, മോള് പറഞ്ഞുതരും ആ ഗുളികയുടെ പേര്. ഏതൊക്കെ ഗുളികളാണ് കഴിക്കുന്നത്? മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന ഗുളികയാണ് കഴിക്കുന്നത്. എന്തോ പിന്നെ ഏതൊക്കെ ഗ്ലിംപ്രൈഡ് എന്ന് പറയുന്ന 2 ഗുളികയാണ് കഴിക്കുന്നത്. ഗ്ലിമിപ്രൈഡ്, പിന്നെ വേറെ ടെൽമിസാർട്ട എന്ന് പറഞ്ഞിട്ട് എന്തൊരു ഗുളികയാണ്. ടെൽമിസാർട്ടൻ, അത് പ്രഷറിന്റെ ഗുളികയാണ്. പിന്നെ വേറെ ഈ 3 ഗുളികയാണ് കഴിക്കുന്നത്. എന്തോ മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഗുളിക 2 എണ്ണം വെച്ചാ കഴിക്കുന്നത്. മെറ്റ്ഫോമിൻ ഗുളികയും കഴിക്കുന്നുണ്ട്, ഗ്ലിമിപ്രൈഡും കഴിക്കുന്നുണ്ട്. ഇത് രണ്ടും അല്ലേ കഴിക്കുന്നത്? അതെ. പിന്നെ ടെൽമിസാർട്ടൻ അങ്ങനെയാ പറഞ്ഞത്. ഹലോ ഹലോ അതെ ഡോക്ടർ, അങ്ങനെയാണ് പറഞ്ഞത്. ഹലോ, ദിവസത്തിൽ 2 നേരം വെച്ചിട്ടാണ് മെറ്റ്ഫോമിൻ കഴിക്കുന്നത്. എന്നിട്ട് ഡയബറ്റീസ് കൺട്രോളിലാണോ? നോക്കാറുണ്ടോ ഇടയ്ക്കിടയ്ക്ക്? ഷുഗർ കൺട്രോളിലാണോ നോക്കാറുണ്ടോ? നോക്കാറുണ്ട്, പക്ഷെ നോക്കിയിട്ട് ഇപ്പൊ 10-20 ദിവസമായി. പക്ഷെ കൺട്രോളിലല്ല. അപ്പൊ 180 ഉണ്ട്. ആഹാരം കഴിക്കാതെയാണോ 180? അല്ലല്ല, കഴിച്ചിട്ട് 180. ആഹാരം കഴിക്കാതെ കഴിക്കാൻ നോക്കിയിട്ടില്ല. കഴിക്കാതെ എന്തോ? ഹലോ, കഴിക്കാൻ നോക്കിയിട്ടില്ല. കഴിച്ചിട്ടുള്ള നോക്കി പറയണ. കഴിക്കാതുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അത് കൺട്രോളിലല്ല എന്നുള്ളതാ. 110 ഐഡിയയിൽ വരേണ്ടത്, 120 വരെ മാക്സിമം. അത് കൂടുതലാണ്. അപ്പൊ ഇതിപ്പോ പിന്നെ ഇപ്പൊ കാലിലെ നീരാണെന്നല്ലേ പറഞ്ഞത്? കാല് അല്ലേ, അങ്ങനെയല്ലേ ഇപ്പൊ പറഞ്ഞേ? കാലിൽ നീരുണ്ടെന്നല്ലേ പറഞ്ഞേ? ഹലോ, അതെ, കാലിൽ നീരുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അതെ ഡോക്ടർ, അങ്ങനെയാണ് പറഞ്ഞത്. കേൾക്കുന്നുണ്ട്, ഡോക്ടർ സംസാരിച്ചോളൂ. പറഞ്ഞു. കാലിൽ നീരുണ്ട്, 2 കാലിലും നീരാണ്. അതെ. ഇപ്പൊ കാലിലെ നീര് ഇത് ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പൊ നീര് ഉണ്ടാകാൻ കാര്യം ചില ഗുളികകൾ കൊണ്ട് വരാം, ചിലപ്പോൾ ഹാർട്ടിന്റെ പ്രശ്നം കൊണ്ടുവരാം, കിഡ്നിയുടെ പ്രശ്നം കൊണ്ടുവരാം, ലിവറിന്റെ പ്രശ്നം കൊണ്ടുവരാം, ശരീരത്തിലെ ഈ പ്രോട്ടീന്റെ അളവ്, ആൽബുമിന്റെ അളവ് കുറഞ്ഞുകൊണ്ട് വരാം. അപ്പൊ ഇത് നീര് വന്ന സ്ഥിതിക്ക് അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് വിശദമായിട്ട് നോക്കിയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. നീര് വരാന് ഇപ്പൊ ഏതെങ്കിലും മരുന്നിന്റെ ആണോ, അതോ ഹാർട്ടിന്, കിഡ്നിക്ക്, ലിവറിന് ഇത് പ്രോട്ടീന്റെ അളവ് കുറവ്, ഇങ്ങനെ അത് ഏതാണ് കാരണം എന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ട് നീരിന്റെ കാരണം കണ്ടുപിടിക്കണം. അതിപ്പോ ഹോസ്പിറ്റലിൽ തന്നെ പോയി കാണിച്ച് ഇത് കണ്ടുപിടിക്കേണ്ടി വരും. ശരി ഡോക്ടർ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
ഡോക്ടർ ഇപ്പോൾ ഉപയോഗിക്കേണ്ട ഗുളികകളുടെ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൊതുവേ നമുക്ക് നിലനിൽക്കുന്ന ഒരു സംശയമാണ് പ്രമേഹത്തിന് ഗുളികകൾ എങ്ങനെയാണ് കഴിക്കേണ്ടതുള്ളത്. ശരിയായ രീതിയിലുള്ള ഒരു ഉപയോഗക്രമം എങ്ങനെയാണ് ഡോക്ടർ? പ്രമേഹത്തിന്റെ ഗുളികകള് സാധാരണ മിക്ക ഗുളികകളും ആഹാരത്തിന് ഒരു മുമ്പാണ്. പ്രത്യേകിച്ച് സൾഫണൽ യൂറിയ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ, സൾഫണൽ യൂറിയ മരുന്നുകള്, അതാണ് ഗ്ലൈമിപ്രൈഡ്, ഗ്ലൈബൻക്ലാമൈഡ്, ഗ്ലൈക്ലാസൈഡ്, ഇങ്ങനത്തെ ഗുളികൾ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കണം. അങ്ങനെയാണ്. അതുപോലെ തന്നെ മെറ്റ്ഫോമിനും അതും ആഹാരത്തിന് മുമ്പ് തന്നെ കഴിക്കുന്നതാണ് നല്ലത്. ഈ DPP-4 ഇൻഹിബിറ്റേഴ്സ് ഇതെല്ലാം ആഹാരത്തിന് അരമണിക്കൂർ മുമ്പാണ് കഴിക്കേണ്ടത്. പക്ഷെ ആഹാരത്തോട് കൂടി കഴിക്കുന്ന ഒരു ഗുളിക ഉണ്ട്, അതാണ് ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. അക്കാർബോസ്, ഓഗ്ലിബോസ് ഇങ്ങനത്തെ പറയുന്ന ഗുളികളാണ്. അക്കാർബോസ്, ഈ ഗുളികൾ ഉണ്ടെങ്കിൽ ഇത് ആഹാരത്തിന്റെ ഒപ്പം തന്നെ കഴിക്കണം. അപ്പൊ അതിന്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ നിന്ന് ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്യുന്നത് കുറയ്ക്കുക എന്ന്, അത് കഴിഞ്ഞിട്ട് ആഹാരം കഴിഞ്ഞുള്ള ഷുഗർ കുറയ്ക്കുക, അതാണ് അതിന്റെ ആ പ്രവർത്തനം നടക്കുന്നത്. അപ്പം ആഹാരത്തോട് കൂടിയാണ് അത് കഴിക്കേണ്ടത്. മറ്റു ഗുളികകൾ ആഹാരത്തിന് ഒരു അരമണിക്കൂർ 20-30 മിനിറ്റ് മുമ്പ് അങ്ങ് കഴിക്കുന്നതാണ് ഐഡിയലായിട്ട് ചെയ്യേണ്ടത്. ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഡയബറ്റീസ് പലതരമുണ്ട്. അതായത് ടൈപ്പ് 1, ടൈപ്പ് 2 എന്ന രീതിയിലാണത്. അങ്ങനെ രണ്ട് രീതിയിൽ വരുമ്പോൾ ഈ ഗുളികകളുടെ ഉപയോഗം എങ്ങനെയാണ്? ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നാൽ കൂടുതൽ യങ് ആയിട്ടുള്ള കുട്ടികൾ മുതൽ പ്രായം 10-20 വയസ്സ് വരെ കാണാം. അത് ഇൻസുലിനാണ്. ഇൻസുലിന്റെ കുറവ് കൊണ്ട് വരുന്നതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ ഇൻസുലിന്റെ ആക്ഷൻ ശരിയായിട്ട് നടക്കുന്നില്ല. വണ്ണം കൂടുതല്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ടൈപ്പ് 2. അപ്പം ഈ വെയിറ്റ് കൂടുക. അപ്പൊ ആദ്യത്തെ ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻസുലിന്റെ കുറവുകൊണ്ടാണ്. അപ്പൊ ഇൻസുലിൻ മാത്രമാണ് അതിന് കൊടുക്കുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസിനാണ് നമ്മൾ ഗുളികകൾ കൊടുക്കുന്നത്. ഈ ടൈപ്പ് 2 ഡയബറ്റീസ് പ്രായം കുറഞ്ഞവരിലും അമിതവണ്ണം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ ഗുളികകളുടെ ഉപയോഗം വെക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗുളികകൾ കഴിക്കുന്നതിന് ശരിയായ ഒരു രീതിയുണ്ട്. അത് കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തെല്ലാം? അത് കഴിക്കുന്നത് ശരിയായ രീതിയുണ്ട്. അതിന്റെ സമയത്ത് ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ആഹാരം കഴിച്ചിരിക്കണം. ഏത് ഗുളികയാണേലും ഇപ്പം ഈ ഗുളിക കഴിച്ച് അരമണിക്കൂർ ആകുമ്പോഴത്തേനും ആഹാരം കഴിച്ചിരിക്കണം. കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് കൃത്യസമയത്ത് ആഹാരം കഴിക്കുക. അളവ് കുറച്ച് ആഹാരം കഴിക്കുക. ആഹാരമൊക്കെ കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ രോഗി ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രായമുള്ളവര്. അപ്പം ഈ പ്രത്യേകിച്ച് ഈ സൾഫണൽ യൂറിയ ഇങ്ങനത്തെ മരുന്നുകള് അതിന്റെ പ്രവർത്തനം ഏകദേശം 24-48 മണിക്കൂർ വരെ നീണ്ടുപോകാം. അപ്പോൾ ആഹാരം കഴിക്കാതെ ഈ ഗുളിക മാത്രം കഴിച്ചിരുന്നു കഴിഞ്ഞാൽ ആള് ഷുഗർ കുറഞ്ഞ് അബോധാവസ്ഥയിലും എല്ലാം പോകാം. അപ്പൊ ബ്രെയിനിന് ഗ്ലൂക്കോസ് കിട്ടാതെ വരുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ വന്നു കഴിഞ്ഞാൽ അബോധാവസ്ഥയിലോട്ട് പോകും. അപ്പോൾ അതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ ഗുളികകൾ കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഡയബറ്റീസ് ഉള്ളവർ എപ്പോഴും കിഡ്നിയുടെ പ്രവർത്തനം നോക്കണം. കിഡ്നിയുടെ, ലിവറിന്റെ എല്ലാം പ്രവർത്തനം നോക്കാം. അതിന്റെ ഗ്ലോമുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയും. അപ്പൊ ആ കിഡ്നിയുടെ പ്രവർത്തനം, ഗ്ലോമുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറവാണെങ്കിൽ ചില ഗുളികകളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഗ്ലോമുലാർ ഫിൽട്രേഷൻ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുമാണ്. അങ്ങനെ കിഡ്നി അസുഖങ്ങൾ ഉള്ളവർക്ക് ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് ഗുളിക കഴിക്കാൻ പറ്റും. കൂടുതലായിട്ടാണെങ്കിൽ പിന്നെ ഗുളികകൾ കൊടുക്കാൻ പറ്റത്തില്ല. കിഡ്നിയുടെ പ്രവർത്തനം മോശമാണ്, ക്രിയേറ്റിൻ, യൂറിയ ഒക്കെ കൂടുതലാണ്, GFR കുറവാണ് എങ്കിൽ അത് ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് ഗുളിക കൊടുക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ യൂറിനിലൂടെ ആൽബുമിൻ പോകുന്നുണ്ടോ ഇതൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ മറ്റ് അനുബന്ധ രോഗങ്ങളുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പ്രഷർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അവരുടെ വെയിറ്റ്, ഹൈറ്റ് ഒക്കെ മോഡിഫൈ ചെയ്ത് കറക്റ്റ് രീതിയിലാണോ അവരുടെ വെയിറ്റ് എന്ന് ചെക്ക് ചെയ്യണം. മൂത്രത്തിൽ ആൽബുമിൻ പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെയുള്ള കണ്ണ് ചെക്ക് ചെയ്യണം. ഡയബറ്റീസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് ഈ ചെറിയ രക്തക്കുഴലുകളെയും ബാധിക്കും. അപ്പൊ കണ്ണിനെ ബാധിക്കും, കിഡ്നിയെ ബാധിക്കും. അപ്പൊ ഈ കണ്ണൊക്കെ ഒരു വർഷത്തിൽ ഒരിക്കലും ചെക്ക് ചെയ്തിരിക്കണം നിർബന്ധമായിട്ട്. കിഡ്നിയുടെ ടെസ്റ്റുകൾ ചെയ്തിരിക്കണം. ആൽബുമിന്റെ എസ്റ്റിമേഷൻ ചെയ്യണം. GFR ഒക്കെ നോക്കണം. ഇതെല്ലാം ചെയ്യണം. അപ്പൊ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് കിഡ്നിയൊക്കെ ബാധിക്കും, കണ്ണിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അത് സ്ഥിരമായ ഡാമേജ് ആയിരിക്കും. അതുപോലെ ഞരമ്പുകൾ, ന്യൂറോപ്പതി എന്ന് പറയും. ഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ അത് പെരിപ്പ്, മരപ്പ്, ബലക്കുറവ് ഇങ്ങനെയെല്ലാം ആയിട്ട് മാറും. അപ്പൊ ഗുളികകൾ കഴിക്കുമ്പോൾ ഗുളിക കഴിക്കുന്ന ഒപ്പം തന്നെ ഇത് ഇടപെടുകയാണ്. ഇപ്പോൾ സംശയവുമായി ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പാലക്കാട് നിന്നും രാമചന്ദ്രനാണ്. രാമചന്ദ്രൻ, ഡോക്ടറോട് ചോദിച്ചോളൂ.
ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഹലോ. ഞാൻ ആ, പാലക്കാട് രാമചന്ദ്രൻ എന്നാണ്. ഞാൻ എനിക്ക് 70 വയസ്സായി. 20 വർഷമായിട്ടവിടെ ഡയബറ്റീസ് സ്റ്റാർട്ടായിട്ട് ഞാൻ അപ്പം തൊട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ റെയിൽവേയിൽ നിന്ന് റിട്ടയർഡ് ആയ ആൾക്കാണ്. റെയിൽവേ മെഡിസിൻ ഞാൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിക്കുന്ന മരുന്ന് സിമലോഗ് എന്നുള്ള ഇൻസുലിൻ ആണ്. 50-50 സിമലോഗ് 50-50. പിന്നെ ടാബ്ലറ്റ് ഡാബ DAP ഡാബ. പിന്നെ ടാബ്ലറ്റ് മെറ്റോഫിൻ MF അത് 1000 mg. പിന്നെ ടാബ്ലറ്റ് 20 mg. ടാബ്ലറ്റ് ലോസാർ 50. പിന്നെ ടാബ്ലറ്റ് HC 12.5 mg. ടാബ്ലറ്റ്സ് അറ്റോവിൻ 10 mg. ടാബ്ലറ്റ്സ് മെറ്റോകാർബ് 25 mg. പിന്നെ ടാബ്ലറ്റ് സിലോഡോസിൻ അത് വന്നിട്ട് ഇതിനുള്ളത് സിലോഡോസിൻ 8 mg. പിന്നെ ടാബ്ലറ്റ്സ് ഗ്യാപ്റ്റൈൻ 300 mg. ടാബ്ലറ്റ്സ് ലവോഫാറ്റ് ഇതിന് അലർജിക്കാണ്. ടാബ്ലറ്റ് മിനി XL 2.5 mg. ഇതൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് മാഡം? പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്? ഇപ്പൊ കൺട്രോൾ ചെയ്താണോ ഇരിക്കുന്നത്? ഇപ്പോ കൺട്രോൾ ആയിരുന്നു മാഡം. 2 വർഷത്തോളം നല്ല കൺട്രോൾ ആയിരുന്നു. ഒക്കെ 100, 80, 70 അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോ സഡൻ ആയിട്ട് ഒരു നിയർലി ഒരു 1 ആയിട്ട് സഡൻ ആയിട്ട് ഇൻക്രീസ് ആയത്. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഗ്ലൂക്കോമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ പെട്ടെന്നത് 300 എബോ ആയി. പിന്നെ ഞാൻ ഇൻസുലിൻ എടുത്തുകാരനോട് ഇപ്പൊ കുറച്ച് ഡോസ് കൂട്ടുകാരനോട് ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ എനിക്ക് കാൽ ന്യൂറോന്റെ ഞാൻ ടെസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാപ്റ്റൈൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് എന്നാൽ ഇപ്പൊ ക്ഷീണം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ക്ഷീണം കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു രക്തക്കുറവ്, യൂറിയയും ക്രിയേറ്റിനും ഹീമോഗ്ലോബിനും ഒക്കെ നോക്കാം. രക്തത്തിന്റെ അതെല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട് മാഡം. യൂറിൻ ക്രിയേറ്റീവ് എല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നോർമലാണ്. ചിലപ്പോ ഒരു 0.1 mg എല്ലാം കുറച്ച് ജാസ്തിയാണ്. അപ്പൊ ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഹീമോഗ്ലോബിൻ നോക്കിയോ? രക്തത്തിന്റെ അളവൊക്കെ ഹീമോഗ്ലോബിൻ രക്തത്തിന്റെ ഹീമോഗ്ലോബിൻ ബ്ലഡ് ടെസ്റ്റ് എല്ലാം അവിടെ ചേർന്ന ഹീമോഗ്ലോബിൻ ടോട്ടൽ ഇതെല്ലാം ചെയ്യാറുണ്ട്. അതെല്ലാം നോർമലാണ്. കുഴപ്പമൊന്നുമില്ല. കൊളസ്ട്രോള് എല്ലാം ചെയ്യാറുണ്ട്. അത് 6 മാസത്തിൽ ഒരിക്കൽ എല്ലാം ചെയ്യും. ക്രിയേറ്റീവ് ടെസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. ഈ മരുന്നുകളെല്ലാം പലതരത്തിൽ പ്രവർത്തിക്കുന്ന മരുന്നുകളാണല്ലോ കഴിക്കുന്നത്. ഇൻസുലിനും അതിന്റെ കൂടെ ഗുളികകളും, പ്രഷറിന്റെ ഗുളികയും കൊളസ്ട്രോളിന്റെ ഇതെല്ലാം കൂടെ ഗുളികകളൊക്കെ ഉള്ളേ. അതനുസരിച്ചുള്ള അതുകൊണ്ടുള്ളതായിരിക്കാം. ഇപ്പം ആഹാരമൊക്കെ സമയത്ത് കഴിക്കുക, നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക ക്ഷീണത്തിന്. പിന്നെ എല്ലാ ദിവസവും എക്സർസൈസ് ചെയ്യുക. ഒരു മിനിമം അരമണിക്കൂറേലും എല്ലാ ദിവസവും നടക്കുക. 1/4 മണിക്കൂർ നടക്കുക. ഇതൊക്കെ നല്ലതാണ്. എല്ലാ ദിവസവും ഡയബറ്റീസ് ഉള്ളവർ അത് ചെയ്യണമെന്നാണ്. പിന്നെ ഭക്ഷണം സമയത്ത് കഴിക്കുക, മരുന്ന് സമയത്ത് കഴിക്കുക. അപ്പൊ അതൊക്കെയാണ് ചെയ്യാനുള്ളത്. ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ഡോക്ടർ, ചെയ്യുക. ഞാനൊന്ന് ഇടപെടുകയാണ്. ഹലോ ഡോക്ടറിന്റെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. പ്രമേഹ രോഗികൾ ഗുളികകൾ കൃത്യമായി കഴിക്കേണ്ടത് എങ്ങനെയെന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഡയബറ്റീസിനുള്ള ഗുളികകളെക്കുറിച്ചും അവയുടെ ഉപയോഗക്രമത്തെക്കുറിച്ചും ഇത് നമ്മളോട് സംസാരിച്ചത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സരോജിനി അമ്മയാണ്. ഇതോടെ ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.